സുപ്രഭാതം, ഇന്ന് നമസ്കാരം എല്ലാവർക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെയാണ് തുടങ്ങുന്നത്. Adani stock zoom up to 20% after group issues clarification on US bribery allegations. Adani Group stocks rallied after the company clarified that its chairman Gautam Adani and other executives are not facing bribery charges as per the US Department of Justice. Moody's, however, revised its outlook on 7 Adani companies negative, citing governance concern and potential operational disruptions and ongoing legal proceedings. അപ്പോൾ ഇന്നലെ അദാനി ഓഹരികൾ 20% മുന്നേറി മുന്നോട്ട് പോയി എന്നാണ് ഇതിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് അദാനി ഗ്രൂപ്പ് ഒഫീഷ്യൽ വക്താവ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഈ ഗൗതം അദാനി ഗ്രൂപ്പ് ചെയർമാന് ഈ ആരോപണവുമായിട്ട് ഒരു ബന്ധവുമില്ല. US ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ അവർ പത്രക്കുറിപ്പായി അറിയിച്ചതിന് ശേഷം മാർക്കറ്റിൽ അവരുടെ ഓഹരി വീണ്ടും മുന്നോട്ട് പോയി. എന്നാൽ മൂഡീസ് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ഏജൻസി അദാനി ഗ്രൂപ്പിന്റെ റേറ്റിംഗ്സ് ഒന്ന് കുറച്ചിട്ടുണ്ട് എന്നും ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാർത്ത, എയർ ഫെയർസ് have moderated in 2024 related to 2023 says government. Indian government reports moderation in air fares in 2024 compared to 2023, particularly during festive seasons. While airlines independently set prices based on market dynamics, the government monitors for excessive pricing and intervenes when necessary to protect passenger interests. The factors influencing airfares include fuel cost, demand, competition, and operational constraints. അപ്പോൾ സർക്കാരിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 2024 വിമാന യാത്രാ കൂലി ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന്, 2023 അപേക്ഷിച്ച് കുറച്ച് മിതത്വം വന്നിട്ടുണ്ട്, മോഡറേഷൻ വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. 2023 ഫെസ്റ്റീവ് സീസണിൽ ഉത്സവകാലങ്ങളിൽ വൻപിച്ച ഫെയർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നു, യാത്രാക്കൂലി ഈടാക്കിയിരുന്നു എയർലൈൻസ്. അതിന് ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിന് പ്രധാന കാരണമായിട്ട് ഈ എയർഫെയർസിന് ബാധിക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ധനവില, പിന്നെ ഡിമാൻഡ്, യാത്രയ്ക്കുള്ള ആവശ്യക്കാരുടെ കൂടുതൽ, പിന്നെ കോമ്പറ്റീഷൻ, പിന്നെ ഓപ്പറേഷണൽ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ഈ എയർഫെയർസിനെ കൂടുതൽ എയർഫെയർസ് തീരുമാനിക്കാൻ ഉള്ള ഫാക്ടേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ എക്സസീവ് ആയിട്ട് പ്രൈസിങ് വന്നു കഴിഞ്ഞാൽ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും സർക്കാർ ഇതിൽ സൂചിപ്പിക്കുന്നു. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേസ് മാനുഫാക്ചറിംഗ് 280 km/h ഹൈ സ്പീഡ് ട്രെയിൻസ് at ₹28 crore each. The integral coach factory in Chennai, in collaboration with Bharat Earth Movers Limited, is spearheading the design and manufacturing of high-speed train sets with a design speed of 280 km/h. This initiative marks another milestone in Indian Railways' commitment to innovation and indigenization under the Make in India initiative. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് 280 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകാനുള്ള ക്ഷമതയുള്ള ട്രെയിൻ അവർ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. 28 കോടിയാണ് ഒരു ട്രെയിനിന് അവർക്ക് ചെലവാകുന്ന പൈസ, ഇത് ഉണ്ടാക്കാൻ ചെലവാകുന്ന പൈസ. ഇത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഇതിന് ടെക്നിക്കൽ കൊളാബറേഷൻ കൊടുത്തിട്ടുള്ളത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ഇത് നമ്മുടെ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇതേ ട്രെയിൻ മാനുഫാക്ചർ ചെയ്യാൻ ഇതിനേക്കാളും കൂടുതൽ തുക ചെലവാക്കിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ഭാരത് എർത്ത് മൂവേഴ്സും ചേർന്ന് ഇത് ഗ്ലോബൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ ഇത് മാനുഫാക്ചർ ചെയ്ത് ഇതിന്റെ പ്രൈസ് കുറയ്ക്കുന്നുവെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. അടുത്ത വാർത്ത വീണ്ടും ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ നിന്നും, ഫുഡ് ഇൻഫ്ലേഷൻ ടു മോഡറേറ്റ് ഇൻ കമ്മിങ് മന്ത്സ്, ഫൈനാൻസ് മിനിസ്ട്രി. എ ബമ്പർ tariff harvest will lower food inflation in the coming months. India's short-term economic outlook is cautiously optimistic, the finance ministry said in a report on Monday. അപ്പോൾ നമ്മുടെ പണപ്പെരുപ്പം, ഈ ഇൻഫ്ലേഷന് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സിലാണ്. അപ്പോൾ അതിനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ എല്ലാ
അവശ്യ സാധനങ്ങളുടെയും പൈസ ട്രാക്ക് ചെയ്തിട്ട് വില വർധനവ് ട്രാക്ക് ചെയ്യുന്നതാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഫ്ലേഷനെ ബാധിക്കുന്ന 2 ഐറ്റങ്ങളുണ്ട്. ഒന്ന് ഫുഡും അനദർ വൺ ഈസ് എനർജി. ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഇത് കാരണമാണ് ഇൻഫ്ലേഷൻ വലിയ തോതിൽ ഫ്ലക്ച്വേറ്റ് ആകുന്നത്. ഇത് രണ്ടും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്നതിന് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നാൽ എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതിനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എനർജി ഐറ്റമും ഫുഡ് ഐറ്റവും മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള ഐറ്റങ്ങളുടെ ഇൻഫ്ലേഷനെ കോർ ഇൻഫ്ലേഷൻ എന്നും പറയും. എന്നാൽ ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഫ്ലേഷനെ ബാധിക്കുന്നത്. എന്നാൽ ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത് നല്ല ഒരു കാരിഫ് വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ വില വർധന കുറയും. ഇത് കാരണം നമുക്ക് ഇൻഫ്ലേഷനിൽ നല്ല നിലയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞതായി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ക്വിക്ക് കോമേഴ്സ് ഗെറ്റ്സ് പോപ്പുലർ, യൂസേഴ്സ് സ്പെൻഡിങ് മോർ ഓൺ സച്ച് പ്ലാറ്റ്ഫോം, മെറ്റാ സ്റ്റഡി. Quick commerce has gained in popularity in India with 91% of online consumers are aware of such platforms and more than half having used them recently, according to a report released by Meta. ഈ ക്വിക്ക് കോമേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്ത്യയിൽ വലിയ തോതിൽ മുന്നേറുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ക്വിക്ക് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പലവ്യഞ്ജനങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ ചെന്ന് മേടിക്കേണ്ട, ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്ത് നമുക്ക് വീട്ടിൽ 10-15 മിനിറ്റിനകത്ത് കൊണ്ട് എത്തിക്കുന്ന ഇപ്പൊ പുതിയ സംവിധാനങ്ങളുണ്ട്. ഈ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, അതുപോലെ സെപ്റ്റോ എന്ന് പറഞ്ഞ പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിന്റെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിക്കുന്നു എന്നാണ് ഒരു മെറ്റ എന്ന് പറഞ്ഞ അവരുടെ റിപ്പോർട്ട് പറയുന്നത്. എല്ലാരും ഇത് കൂടുതൽ ഇതിനെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ബിസിനസ് വർദ്ധിക്കുന്നു എന്നും ഇതിൽ പറയുന്നു. അടുത്ത വാർത്ത, അശ്വിനി വൈഷ്ണവ് urges stronger regulations for social media and OTT content. ഇത് മിന്റിൽ നിന്നുള്ള വാർത്തയാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, റെയിൽവേസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് IT Ashwini Vaishnav stressed the urgent need to strengthen existing laws governing social media and over-the-top platforms in the Lok Sabha on Wednesday. We are living in the era of social media and OTT platforms. However, the democratic institutions and traditional forms of the press that once relied on editorial checks to ensure accountability and correctness of content have seen these checks diminish over time, said Vaishnav. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യത്തിനെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണിത്. OTT പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയയും കുറച്ചുകൂടെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ട്രഡീഷണൽ മീഡിയയിൽ കുറച്ചുകൂടെയൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയയും വന്നതിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ വാർത്തകൾ ആൾക്കാർ പുറത്തു വിടുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ റെഗുലേഷൻസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ RBI working towards creating data analytics ecosystem to support its supervisory function, says Deputy Governor Swaminathan. RBI is working towards creating a robust data analytics ecosystem to support its supervisory functions, ensuring that its approach remains forward-looking, agile in a rapid changing world, according to Deputy Governor Swaminathan. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കുറച്ച് അവരുടെ സിസ്റ്റം മോഡേണൈസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഡാറ്റ അനലിറ്റിക്സ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പല ബിസിനസ്സുകളും അതുപോലെ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഡാറ്റ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ റിസർവ് ബാങ്കും അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഡാറ്റ അനലിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ ഒരു ഡാറ്റ അനലിറ്റിക്സ് സെന്റർ പോലെ ഒരു തന്നെ അവര് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ ഡെപ്യൂട്ടി ഗവർണർ സ്വാമിനാഥൻ പറയുന്നത്. Auto dealers urge state governments to quickly implement scrappage policy. Auto dealers in the country said that the state government across India should quickly implement the center's scrappage policy so that older vehicles can be scrapped to get the incentives, which in return help them sell more vehicles. അപ്പോ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സ്ക്രാപ്പേജ് പോളിസി വന്നിട്ടുണ്ട്. ഈ 15 വർഷം കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾസിന് സ്ക്രാപ്പ് ചെയ്യാനുള്ള റൂൾസും റെഗുലേഷൻസും അതിന്റെ പോളിസീസും ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലിൽ ഇംപ്ലിമെന്റേഷൻ ഇതുവരെ നടന്നിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്
ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ പഴയ വെഹിക്കിൾസ് ഒക്കെ കൂടുതൽ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കാറുകൾക്കൊക്കെ ഡിമാൻഡ് കൂടുമെന്നാണ് അവർ പറയുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ US economy grows at 2.8% in Q3 on consumer spending, export surge. The American economy expanded at a healthy 2.8% annual pace from July through September on a stronger consumer spending and surge in exports, the government said on Wednesday. അപ്പോൾ അമേരിക്കൻ സമ്പദ്ഘടന ഈ വർഷത്തെ മൂന്നാം പാദത്തിൽ 2.8% വളർച്ച നേടി എന്നാണ് അവർ പറയുന്നത്. ഇത് നല്ലൊരു വളർച്ചയാണ്. അവരുടെ പൊതുവെയുള്ള വളർച്ച 3.5% അടുത്താണ് പൊതുവെ അവിടെയൊക്കെ സാമ്പത്തിക വളർച്ച. അപ്പോൾ ഇത് അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഉപഭോക്താക്കൾ കൂടുതൽ പൈസ ചെലവഴിച്ച് സാധനങ്ങൾ മേടിക്കുന്നു, അതുപോലെ തന്നെ കയറ്റുമതി കൂടുന്നു. ഇത് രണ്ടുമാണ് ഇതിന് പ്രധാന കാരണവുമായിട്ട് പറയുന്നത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത വീണ്ടും ബിസിനസ് സ്റ്റാൻഡേർഡിൽ നിന്നും. ഫേക്ക് കറൻസി നോട്ട്സ് ഓഫ് 500 and 2000 surge threefold in 3 years, finance ministry. Counterfeit ₹500 notes from the Mahatma Gandhi new series have nearly quadrupled between 2018-19 and 23-24. Meanwhile, the detection of counterfeit 2000 notes have tripled since 2021. Data shared by finance ministry showed. ഇപ്പോൾ എല്ലാരും സൂക്ഷിക്കുക, ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു റിപ്പോർട്ടാണ് വരുന്നത്. 500 രൂപയുടെ കള്ള നോട്ടുകൾ, പുതിയ സീരീസിൽ വന്ന കള്ള നോട്ടുകൾ 4 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ റിപ്പോർട്ട്. 2018-19 മുതൽ 23-24 കാലയളവിൽ 500 രൂപയുടെ പുതിയ സീരീസിലെ കള്ള നോട്ടുകൾ 4 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. 2000 രൂപയുടെ കള്ളനോട്ടുകൾ കൂടുതൽ 2018-19 മുതൽ 23-24 കാലയളവിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് സർക്കാരിനെന്നും ഇതിൽ പറയുന്നു. ഇന്നലെ ഓഹരി വിപണി ചെറുതായിട്ടൊന്ന് മുന്നേറി. സെൻസെക്സ് 230.02 പോയിന്റ് ഉയർന്ന് 0.28% ഉയർന്ന് 80,234.08 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 80.41 ഉയർന്ന് 0.33% ഉയർന്ന് 24,274.90 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണത്തിന്റെ 10 ഗ്രാമിന്റെ അവധി വ്യാപാരത്തിന്റെ നില ഇന്നലെ MCX എക്സ്ചേഞ്ചിൽ 789 രൂപ കൂടി 1.05% കൂടി 76,000 ക്ലോസ് ചെയ്തു. രൂപയുടെ വിനിമയ നിരക്ക് 84 രൂപ 45 പൈസയായിരുന്നു ഇന്നലെ. ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഓവർ ടു യു മോഡറേറ്റേഴ്സ്.